അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് തീരുമാനമെടുക്കാമെന്ന് മുസ്ലിം ലീഗ്. വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. വിശ്വാസത്തിനോ ആരാധനയ്ക്കോ പാർട്ടി എതിരല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. കോൺഗ്രസിന് അതിൻ്റേതായ സെറ്റപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അവർ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ഓരോ പാർട്ടി, കോൺഗ്രസ് മാത്രം, ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ, ഒരു മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും യോഗം ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ആലോചിക്കും. അതിൻ്റെ വിശദാംശങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ, ഘടക കക്ഷികൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ, ആ ഒരു വിശാല മനസ്കതയൊക്കെയാണ് PK കുഞ്ഞാലിക്കുട്ടി കാണിക്കുന്നത്. പക്ഷേ ഉള്ളിൽ കോൺഗ്രസിനെ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുപ്പിക്കാതിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയല്ലേ? മുസ്ലിം ലീഗിൻ്റെ നിലവിലുള്ള ഈ സമീപനത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അരുൺ? പരസ്യമായി ഇത്തരമൊരു നിലപാടാണ് മുസ്ലിം ലീഗ് ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചത് എങ്കിൽ പോലും കൃത്യമായ ഒരു തീരുമാനം, തങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണോ ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ, UDF നേതൃത്വത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരു തരത്തിലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം PMA സലാം തന്നെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് തന്നെയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും മുസ്ലിം ലീഗിന്റെ നിലപാട് വലിയ ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളും UDF-നോട് അടുത്ത് നിൽക്കുന്ന, കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗിന് സമാനമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തരമായി, മുൻകൂട്ടി നിശ്ചയിക്കാതെ തന്നെ അടിയന്തരമായി എത്രയും വേഗം ഇത്തരത്തിലൊരു യോഗം പാണക്കാട് ചേരുകയും ഇതിൽ വിശദമായി നിലവിലത്തെ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം, അതായത് കോൺഗ്രസിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതിന് പറ്റുന്ന ഒരു നേതാക്കൾ അല്ലെങ്കിൽ നേതൃനിര അവർക്കുണ്ട്, അതിനുശേഷം അവർ തീരുമാനം എടുക്കട്ടെ, അവരുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. മുസ്ലിം ലീഗ് പരസ്യമായി ഇങ്ങനെ പറയുന്നു, പക്ഷേ മുസ്ലിം ലീഗിന്റെ മനസ്സിലുള്ളത് എന്ത് തീരുമാനമാണ് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബുദ്ധിപൂർവ്വം തന്നെ K. സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന വഴി പറഞ്ഞത്, ദേശീയ നേതൃത്വം എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം നിൽക്കും എന്ന് പറഞ്ഞത്. K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരിക്കലും പങ്കെടുക്കരുതെന്നുള്ളതാണ് തന്റെ നിലപാട് എന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയും അദ്ദേഹത്തെ തള്ളി പറയാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. മറിച്ച് നിലപാടായിരുന്നു ഈ ശശി തരൂർ സ്വീകരിച്ചത്. വ്യക്തിപരമായ അഭിപ്രായമാണ്, പങ്കെടുക്കണമോ വേണ്ടയോ എന്ന വ്യക്തിപരമായ അഭിപ്രായമാണ് ഉള്ളതെന്ന്. അങ്ങനെ മൊത്തത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മുസ്ലിം ലീഗിന്റെ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് അവർ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ പരസ്യമായ മറ്റൊരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏറെ കരുതലോടെ മാത്രമേ കോൺഗ്രസ് തീരുമാനമെടുക്കുകയുള്ളൂ. കാരണം അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തീരുമാനം. ഇതില് സമസ്ത അന്ത്യശാസനമാണ് നൽകിയത് കോൺഗ്രസിന്. അപ്പോൾ ആ സമസ്തയുടെ നിലപാടിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിരുന്നു. സമസ്ത വളരെ കർക്കശമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു, കോൺഗ്രസ് അഥവാ പോവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നൊക്കെ സമസ്തയുടെ ഭാരവാഹികൾ പറയുകയുണ്ടായി. മാത്രമല്ല ഈ അവരുടെ പത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വരികയും ചെയ്തു. വളരെ കഠിനമായിട്ടുള്ള ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത്. കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സമസ്തയുടെ നിലപാട് അതിനെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത്? അങ്ങനെ ഒരു ചോദ്യം കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിരുന്നോ? തീർച്ചയായും ഈ ഒരു ചോദ്യത്തിനൊരു മറുപടിയായാണ് കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞത്. അതായത് കോൺഗ്രസിന് തീരുമാനമെടുക്കാനുള്ള ആർജവമുണ്ട്, കോൺഗ്രസ് തന്നെ അതിനുള്ള ഒരു നേതൃത്വം
ണ്ട് അവർ അവരുടെ കാര്യം തീരുമാനിക്കട്ടെ. ഇതായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മറുപടി. എന്തായാലും പരസ്യമായി കൈ കഴുകുന്ന ഒരു സമീപനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തി. തങ്ങളുടെ ഒരു പ്രശ്നത്തിലൂടെയല്ല, തങ്ങളുടെ ഒരു സമ്മർദ്ദത്തിലൂടെയല്ല, അഥവാ കോൺഗ്രസ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ ഉണ്ടാകുന്നതെന്ന് പരസ്യമായി വരുത്തി തീർക്കുകയും അതോടൊപ്പം തന്നെ രഹസ്യമായി ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാട് തങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സന്ദേശം കൂടി ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിലും ഒരു പടി കടന്നുള്ള ഒരു വിമർശനങ്ങളിൽ തന്നെയായിരുന്നു സമസ്തയുടെ ഭാഗത്തുനിന്ന് സമസ്ത മുഖപ്രസംഗം അടക്കം എഴുതിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് പങ്കെടുക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത് എന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അത് പക്ഷേ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട്, സമസ്തയെ പിണക്കിക്കൊണ്ട് ഇത്തരം ഒരു നിലപാടെടുത്താൽ അത് വ്യാപകമായ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഈ ഒരു സമയത്ത് മറിച്ചൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ CPM നിലപാട്, CPM ആദ്യം തന്നെ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കി തങ്ങൾ ഈ ഒരു വിഷയത്തിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല, കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ക്ഷണം അടക്കമുള്ളവയുണ്ടെങ്കിൽ അത് സ്വീകരിക്കില്ല എന്നുള്ള ഒരു നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ തന്ത്രമായി തന്നെ ഇവർ അവിടെ പകറ്റുകയും ചെയ്തു. കോൺഗ്രസ് തന്നെയാണ് ഇവിടെ വെട്ടിലായിരിക്കുന്നത്. കോൺഗ്രസിന് തീരുമാനവും നിലവിൽ എടുക്കാൻ പറ്റാതെ ഉടൻ തന്നെ തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കുമെന്നുള്ള ഒരു നിലപാട് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് വരുന്നു. ഇപ്പുറത്ത് ഒരു രാഷ്ട്രീയ നീക്കം CPM നടത്തുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവാദമായ വിഷയങ്ങൾ വരുമ്പോൾ പൂർണ്ണമായും ഈ തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് CPM അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുക. അതൊരു പരിധിവരെ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമുക്കറിയാം, നവകേരള യാത്രയിലടക്കം മുസ്ലിം ലീഗിനെ അടക്കം പരസ്യമായി ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ലാഭം കൊയ്യുക, എങ്ങനെയും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ അടവുനയം തന്നെയാണ് CPM ഇവിടെ പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം അണിയറയിൽ CPM കൂടി നടത്തി വരികയും ചെയ്യുകയാണ്. അനില്, ആരാധനക്കോ എതിരല്ലെന്ന മുസ്ലിം ലീഗ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തന്നെ തീരുമാനമെടുക്കട്ടെ എന്നാണ് ലീഗിൻ്റെ നിലപാട്. മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി.